യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവന്റെ വിശുദ്ധ ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 21 അധ്യായം 7 വചനം. ദുഷ്ടന്മാർ ജീവിച്ചിരുന്നു വാർദ്ധക്യം പ്രാപിക്കുകയും അവർക്ക് ബലം വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്ത്? ഭക്തനായ ഇയ്യോബിന്റെ ജീവിതത്തിൽ തനിക്ക് മനസ്സിലാകാത്തതായൊരു കാര്യം ദൈവത്തോട് ചോദിക്കുകയാണ്. ഇവർ ഇത്രമാത്രം തിന്മയും ദുഷ്ടതയും പ്രവർത്തിച്ചിട്ടും ഇവരുടെ ബലം വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് അങ്ങ് ഇവർക്കൊരു ശിക്ഷാവിധി നൽകാത്തത് എന്ന് ചോദിച്ചു പോകുന്നതായ ഒരു രംഗമാണ്. ശമൂവേൽ എഴുതിയ 2 പുസ്തകം 15 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു അബ്ശാലോമിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദാവീദ് രാജ്യം ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാജാവാകുക എന്നുള്ളതായ ദുഷ്ടബുദ്ധിയോടുകൂടി തിന്മകളും ദുഷ്ടതകളും പ്രവർത്തിക്കുകയും പോഷ്കു പറയുകയും ചെയ്യുവാനായിട്ട് അബ്ശാലോം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിന്മ കൊണ്ടും ദുഷ്ടത കൊണ്ടും ഓരോ ദിവസങ്ങളും മുൻപോട്ട് പോകുന്നത് ഇവിടെ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. അബ്ശാലോം അതികാലത്തെ എഴുന്നേറ്റ് പട്ടണത്തിന്റെ വാതുക്കൽ ചെന്നു നിന്നുകൊണ്ട് വ്യവഹരിപ്പാൻ വേണ്ടി വരുന്നവരെ കണ്ടിട്ട്, നിങ്ങൾ പറയുന്നതൊക്കെ ന്യായവും നേരുമുള്ളതാണെന്നും എന്നാൽ നിങ്ങൾക്കു വേണ്ടി രാജാവ് ആരെയും ആക്കി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ജനത്തിൻ്റെ ഹൃദയം ദാവീദിന്റെ അരികിൽ നിന്ന് അബ്ശാലോമിന്റെ മനസ്സിന്റെ മണ്ഡലത്തിലേക്ക് അടുപ്പിക്കുകയാണ് താൻ ചെയ്തത്. അങ്ങനെ രാജാവിനെ പറ്റിച്ച് യാഗാർപ്പണത്തിന് പോകണമെന്ന് പറഞ്ഞ് കൂടെയുള്ള ആളുകളെ കൂട്ടിക്കൊണ്ട് മലമുകളിൽ പോയി അബ്ശാലോം രാജകുമാരൻ രാജാവായിരിക്കുന്നു എന്ന് വിളംബരം ചെയ്യുകയും അങ്ങനെ തൻ്റെ സ്ഥാനമുറപ്പിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ബലം വർദ്ധിച്ച സ്വാധീനവും ആ നിലയിലുള്ളതായ അനുഭവങ്ങളും ഒക്കെ പ്രാപിച്ച് മുൻപോട്ട് പോകുന്നതായ അബ്ശാലോമിനെ നോക്കിക്കൊണ്ടും ഇയ്യോബ് ചോദിച്ചതുപോലെ ദൈവത്തിന് ചോദിക്കാനുണ്ട്. ഇവൻ ഇത്ര തിന്മ പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ടാണ് ദൈവം ഇവനെ ഈ നിലയിൽ വിടുന്നത് എന്ന് ചോദ്യമാകാം. എന്നാൽ അധിക വിദൂരത്തിൽ എത്തുന്നതിനു മുൻപ് അഖീത്തോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്നുള്ളതായ പ്രാർത്ഥനയും തൽഫലമായി അബ്ശാലോമിന്റെ തകർച്ചയുമാണ് ആ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇയ്യോബ് മാത്രമല്ല, നാം അടക്കമുള്ള അനവധി ആളുകൾ പറയാറുള്ളൊരു പദമുണ്ട്. ദുഷ്ടത കൊണ്ട് വർദ്ധിച്ചു വരുന്നവരെ കണ്ടിട്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ
അതധിക വിദൂരം വരെയും ഓടിപ്പോകുകയില്ലെന്നും ദൈവത്തിൻ്റെ കരം ദുഷ്ടത കൊണ്ട്, തിന്മ കൊണ്ട് വർദ്ധിച്ചു വരുന്ന ബലവും സ്വാധീനവും അംഗീകാരവും ഒക്കെ തകർന്നടിയുന്നൊരു നിമിഷമുണ്ടെന്നും നാം തിരിച്ചറിയുകയും അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിലനിൽക്കുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരുമാകാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, തിന്മ കൊണ്ട് ബലവും സ്വാധീനവും അംഗീകാരവും വർദ്ധിപ്പിച്ചെടുക്കുവാൻ കഴിഞ്ഞെന്ന് വരാം. എന്നാൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് നീതിക്ക് വേണ്ടി നിലനിൽപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.